ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്ത് ചാലക്കുടി സ്വദേശി. വെസ്റ്റ് ചാലക്കുടി കാരൂർ റോഡിൽ തൈവളപ്പിൽ TR ഉണ്ണികൃഷ്ണന്റെയും ശ്യാമളയുടെയും മകനായ അരുൺ ഗോകുലാണ് ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം തയ്യാറാക്കിയത്. ഉദയ് എന്നാണ് ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര്. ആധാർ ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ദേശീയ മത്സരത്തിൽ ചാലക്കുടി സ്വദേശി അരുൺ തയ്യാറാക്കിയ ചിത്രം തെരഞ്ഞെടുക്കുകയായിരുന്നു. 50,000 രൂപയുടെ ഒന്നാം സ്ഥാനമാണ് അരുണിന്റെ ചിത്രം നേടിയത്. മെക്കാനിക്കൽ എഞ്ചിനീയറായ അരുൺ ആദ്യമായാണ് ഒരു ഡിസൈനിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന UIDAIയുടെ ചടങ്ങിൽ ചെയർമാൻ നീലകണ്ഠ മിശ്ര ഔദ്യോഗിക ചിഹ്നം അനാവരണം ചെയ്ത് അരുണിനെ അഭിനന്ദിച്ചു. ഔദ്യോഗിക ചിഹ്നത്തിന് പേര് നൽകുന്നതിനുള്ള മത്സരത്തിൽ ഭോപ്പാൽ സ്വദേശി ജെയിൻ വിജയിച്ചു. ഉദയ് എന്നാണ് ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര്. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ ലളിതമാക്കുന്നതിനായാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കിയത്. ചിഹ്നം രൂപകൽപ്പന ചെയ്ത അരുൺ ഗോകുൽ കൊച്ചി ഗ്രീൻഫീൽഡ് ലോജിസ്റ്റിക് LLPയിൽ ഡെപ്യൂട്ടി ഓപ്പറേഷൻ മാനേജറാണ്. ഒരു ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചരാ ചെയ്തത്. അതാണ് ഒരു സ്പെസിഫിക്കേഷനിലാക്കാൻ പറഞ്ഞിട്ട് ഇത്ര MB വെച്ചിട്ട് ചെയ്യുന്നായിരുന്നു. 10 MB ഇത്ര 1000 UH സ്പെസിഫിക്കേഷൻ വേണമായിരുന്നു. അതിന് 300 DPI വെച്ചിട്ട്. അപ്പൊ അത് ആക്കാൻ പറഞ്ഞ് ഞാൻ ആക്കി കൊടുത്തപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ലിങ്ക് ഇട്ടുന്നിട്ട് എന്നോട് പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ പെട്ടെന്ന് ലാസ്റ്റ് ഡേറ്റ് October 31 അന്നത്തെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ആ ലാസ്റ്റ് മൊമെന്റിലാണ് അവന്റെ ഡിസൈൻ ഞാൻ കൊടുത്തു. അതിന്റെ കൂടെയാണ് ഞാൻ എന്റെ പെട്ടെന്ന് ഡിസൈൻ ഇട്ടിട്ട് ആ ലിങ്കിൽ കയറി വേറെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടാണ് ആ സഡൻ മൊമെന്റിൽ ഞാൻ ചെയ്തത്. അപ്പൊ തൃശ്ശൂരുള്ള കൂട്ടുകാർക്ക് ഉപയോഗിക്കാൻ ചെയ്യാം. കാരണം അതുവരെ അതിലിരുന്നാണ് രാവിലെയാണ് അവര് അൺവീൽ ചെയ്തത് അതിന്റെ മീറ്റിംഗിൽ. അപ്പൊ അത് വീഡിയോ കോൺഫറൻസ് എനിക്ക് ലിങ്ക് അയച്ചുതരാ ചെയ്തത്. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് അവർ അൺവീൽ ചെയ്തപ്പോഴാണ് എന്റെ ഡിസൈൻ ആണല്ലോ എന്ന് അത് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറഞ്ഞ് ലിങ്ക് അയച്ചപ്പോ ഞാൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പ്രൈസ്, അതായത് ഒരു 5 പേർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അതിലേതെങ്കിലും അവസാനത്തെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്റെ മനസ്സിൽ പോയത്. കാരണം അത്ര സിമ്പിൾ ഡിസൈൻ ആയിട്ടാണ് ചെയ്തത്. പക്ഷെ കൂട്ടുകാരൻ വെച്ചുമ്പോൾ അവൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇല്ല, ചെറുപ്പത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു അല്ലാതെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ടൈം പങ്കെടുക്കുന്നു. പക്ഷെ ഇതൊരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചില്ല. മീഡിയ ടൈം ചാലക്കുടി.